ഫിഫ ലോകകപ്പിൽ ജർമ്മനിയുടെ വിജയമോഹങ്ങൾ തള്ളിക്കെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്ന് പരഗ്വായ്. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്കാണ് പരഗ്വായ് ജയിച്ചു കയറിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പരഗ്വായ് ലീഡെടുത്തപ്പോൾ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജർമ്മനി സമനില പിടിക്കുകയായിരുന്നു. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും സമനില പാലിച്ചതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയത്. ഒടുവിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് പരഗ്വായ് അട്ടിമറി വിജയം തന്നെ പിടിച്ചെടുത്തു. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് സ്വീഡൻ പോരാട്ടത്തിലെ വിജയികളാണ് പരഗ്വായുടെ എതിരാളികൾ. ബോസ്റ്റണിൽ അനായാസ വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ ജർമ്മനിയെ വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു പരഗ്വായ് മത്സരത്തിലുടനീളം പുറത്തെടുത്തത്. ഷൂട്ടൌട്ടിലെത്തിയപ്പോൾ മറീഷോ, ഗുസ്താവോ ഗോമസ്, മതിയാസ് ഗലർസ, ജോസ് കെനാലെ എന്നിവർ പരഗ്വായ്ക്ക് വേണ്ടി വല കുലുക്കി. പരഗ്വായ് താരം അന്റാണിയോ സനബ്രിയയുടെ ഷോട്ട് പുറത്തേക്ക് പോയപ്പോൾ ഫാബിയൻ ബൽബുവനയുടെ ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ തടഞ്ഞിട്ടു. ജർമ്മനിക്കു വേണ്ടി ആദ്യ കിക്കെടുത്ത കായ് ഹാവേഴ്സിന്റെ ശ്രമം പരഗ്വായ് ഗോളി ഒർലാൻഡോ ഗിൽ പ്രതിരോധിച്ചിരുന്നു. ജോഷുവ കിമ്മിച്ച്, ജമാൽ മുസിയാല, നദീം അമിറി എന്നിവർ ജർമ്മനിക്കായി ലക്ഷ്യം കണ്ടു. പക്ഷേ നിക് വോൾട്ട്മെഡ്, ജോനാഥൻ ടാഗ് എന്നിവരുടെ ശ്രമങ്ങളും പരഗ്വായ് ഗോൾ കീപ്പർ തടഞ്ഞത് കാര്യങ്ങൾ ജർമ്മനിക്ക് എതിരാക്കി. പ്ലേ മേക്കർ ജമാൽ മുസിയാല ഇല്ലാതെയാണ് മത്സരത്തിൽ ജർമ്മനി ലൈനപ്പ് ഇറക്കിയത്. മത്സരത്തിന്റെ ആദ്യ 30 മിനിറ്റുകളിൽ ജർമ്മനി പന്തടക്കത്തിൽ മുന്നിലെത്തിയെങ്കിലും ആക്രമണ നീക്കങ്ങൾ തീരെ കുറവായിരുന്നു. ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ പോലും ഗോൾ ലക്ഷ്യമാക്കി 2 ഷോട്ടുകൾ എടുക്കാൻ മാത്രമാണ് ജർമ്മനിക്ക് സാധിച്ചത്. അതിൽ തന്നെ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒന്നുമില്ലായിരുന്നു. 42-ാം മിനിറ്റിൽ പരഗ്വായ് ആദ്യ ലീഡെടുത്തു. മതിയാസ് ഗളർസയുടെ അസിസ്റ്റിൽ ഗോൾ നേടിയത് ജൂലിയോ എൻസിസോ. സ്കോർ 1-0. കളി ഏറെക്കുറെ ഭൂരിഭാഗം സമയവും നിയന്ത്രണത്തിൽ വച്ചിട്ട് അപ്രതീക്ഷിതമായി ഗോൾ വഴങ്ങേണ്ടി വന്നത് ജർമ്മനിയെ ഞെട്ടിച്ചു. മത്സരത്തിന്റെ 54-ാം മിനിറ്റിൽ ജർമ്മനി സമനില പിടിച്ചു. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്നും ഫ്ലോറിയൻ വിസ് എടുത്ത ഷോട്ടിൽ തലകൊണ്ട് തഴുകി വലയിലെത്തിച്ചത് കായ് ഹാവേർട്സ്. ഇതോടെ സ്കോർ 1-1. പിന്നാലെ ഹാവേർട്സും ഗറെസ്കയും അലക്സാണ്ടർ പാവ്ലോവിച്ചും ജർമ്മനിക്കായി ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയുടെ ഇഞ്ചറി ടൈമിലും ഇരു ടീമുകളും 1-1 സമനില പാലിച്ചതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ ജർമ്മനിക്കായി ജോനാഥൻ ടാഗ് ലക്ഷ്യം കണ്ടപ്പോൾ ഗോൾ നിഷേധിക്കപ്പെട്ടു. പരഗ്വായ് ഗോൾ കീപ്പർക്കെതിരായ ഫൗളിലായിരുന്നു നടപടി. എക്സ്ട്രാ ടൈമിൽ 7 യെല്ലോ കാർഡുകളാണ് ഫൗളുകളുടെ പേരിൽ ഇരു ടീമുകൾക്കുമെതിരെ റഫറി പ്രയോഗിച്ചത്. എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നു. തിരിച്ചടികൾക്കൊടുവിൽ ജർമ്മനി വലിയ തോൽവി ഏറ്റുവാങ്ങി.